നിങ്ങളേത് സ്കൂളാ? ചെറുപറമ്പോ. നിന്നിട്ടില്ലെങ്കിലല്ലേ ചള്ള അടിച്ച. സോറി ടൈം. അതായത് ഇത് പഴയ സായിപ്പന്മാര് പണ്ട് തേക്ക് കടത്താൻ വന്ന ടൈമില് ഓല് ഇതേപോലെ ഉച്ചക്ക് ചോറ് തിന്ന സ്ഥലാണ്. എന്ത് ഓലെ ലൈഫ് രക്ഷപ്പെട്ടു. കാരണം ഓല് ആദ്യമായിട്ട് കാണുന്ന ആളെന്നെ ഇങ്ങനത്തെ ഒരാളായി പോയി. ആ അങ്ങനെ അങ്ങനെ ഗായ്സ് ഞങ്ങൾ ഇന്ന് പോകുന്നത് എങ്ങോട്ട്? യെസ് അത് ഗായ്സ്. അപ്പൊ നമ്മളിന്ന് നിലമ്പൂരിന്റെ പ്രകൃതി രമണീയമായ ആ ഭംഗി എന്താണെന്നുള്ളത് ജനങ്ങളെ കാണിക്കാൻ വേണ്ടി പോവുകയാണ്. എന്താണ് നിലമ്പൂർ തേക്ക് മ്യൂസിയത്തിൽ നടക്കുന്നത്? കുഞ്ഞോൾ, എന്താണ് നിലമ്പൂർ തേക്ക് മ്യൂസിയത്തിൽ നടക്കുന്നത്? ഞങ്ങളാണ് ഇന്ന് നടക്കുന്നത് തേക്ക് മ്യൂസിയത്തിലൂടെ. തേരാപ്പാര നടക്കുന്ന കാഴ്ചയാണ് നിങ്ങൾ ഇന്ന് കാണാൻ പോകുന്നത്. അപ്പോ നമ്മൾ ഇന്ന് എല്ലാവരും റെഡി അല്ലേ? ഇബ്രാഹിം, എന്താണ് തേക്ക് മ്യൂസിയത്തിനെ കുറിച്ച് എന്താണ് അഭിപ്രായം? ജിബ്രാന്റെ വിചാരം എന്താ തേക്ക് മ്യൂസിയം പറഞ്ഞ? അതെ, അതായത് ജിബ്രാൻ പറഞ്ഞ എന്താ വെച്ചാല് ടിഷ ബേബി വെള്ളത്തിൽ കളിച്ച് വീണപ്പോ ടിഷക്ക് ഒരു സ്വിമ്മിംഗ് പൂൾ വാങ്ങണമെന്ന് പറഞ്ഞേ. അപ്പൊ അത് തേക്ക് മ്യൂസിയത്തിൽ പോകുമ്പോ അവൻ വാങ്ങുന്നുള്ള ഇതിലാണ് അവന്. പിന്നെ അബ്രുവിന് എന്താണ് തേക്ക് മ്യൂസിയത്തെ കുറിച്ച് പറയാൻ? അങ്ങോട്ട് ഇനി പറയും ക്യാമറയിൽ സബ്സ്ക്രൈബേഴ്സിനോട് ജിബ്രാൻ പറയുന്നുണ്ട്. ഉണ്ടാക്കണം. നിഷുവിന് എന്താണ് തേക്ക് മ്യൂസിയത്തിനെ കുറിച്ച് അറിയാം? അവിടെ മരങ്ങളോടുള്ള സാധനങ്ങൾ ഉണ്ടാക്കിയത്. എന്ത് മരങ്ങൾ കൊണ്ട് എന്താ ഉണ്ടാക്കിയേ? ചന്തിയോ? ഗൈസ് വെറുതെ പറഞ്ഞോ. തേക്ക് മ്യൂസിയം ഇവിടെ തന്നെയല്ലേ ഉള്ളൂ. ആ മേലെ പൂവുണ്ടായിരിക്കുന്നല്ലേ ഗൈസ്. അത് നമ്മളെ പൂവ് ഇപ്പൊ പൂത്തക്കണം കേട്ടോ. 2 ദിവസം ഉണ്ടാവുള്ളൂ. അതിന് കളർ ഇങ്ങനെ മാറി മാറി വരും. ഒരു ചീഞ്ഞ എന്നാ കേറിക്കോളി. ഇജ്ജ് മുന്നേ കയറിക്കടി. അന്ന് അവന് ബാക്കിൽ നിന്ന് ഇങ്ങനെ ഷൂട്ട് ചെയ്യാം. മറ്റേ പോലെ ആകെ ഒച്ചമുള്ള അലമ്പാക്കി നമ്മളെ ഇത് കിട്ടുന്നില്ല. അങ്ങനെ ഗൈസ്, അപ്പൊ കാലങ്ങൾക്ക് ശേഷം നമ്മളിപ്പോ തേക്ക് മ്യൂസിയത്തിലേക്ക് പോയിട്ട് എത്ര ആയിട്ടുണ്ടാവും കുഞ്ഞോളെ? ഏകദേശം ഒരു കൊല്ലം കഴിഞ്ഞു. അപ്പൊ നമ്മള് കാലങ്ങൾക്ക് ശേഷം തേക്ക് മ്യൂസിയത്തിലേക്ക് പോവാണ്. ഇബ്രോ, ആ വണ്ടി കണ്ടേ? അതിൽ നിറച്ച് പൈസ. ആ ഇതിൽ നിറച്ച് പൈസയാണ്. ബാക്കിൽ ജീപ്പ് ഉണ്ടല്ലേ, ATM പൈസ നിറക്കണ വണ്ടിയാണത്. നമുക്കൊരു വണ്ടി വേണ്ട, അതിന്റെ പൈസ നിറച്ച് പൈസ ഉള്ള ചെറിയ പൈസക്ക് കിട്ടും. കൊറേ പൈസ ഉള്ള വണ്ടി വേണം എനിക്ക് ബ്രോ. പക്ഷേ എന്നാണോ പൈസ എന്നാണോ? പക്ഷേ ബട്ട് പറേ എന്റെ സിസ്റ്റർ എന്റെ പരീക്ഷ സൈൻ ചെയ്യാൻ പോയപ്പോ സിസ്റ്റർ മണ്ടി വന്ന്. സിസ്റ്റർ ഫുൾ ഇംഗ്ലീഷ്. എന്നിട്ട് ഇവർക്ക് 2 പൊട്ടന്മാർക്കൊന്നും മനസ്സിലായിട്ടില്ല. എന്നിട്ട് ഞാൻ പിന്നെ ഓലപ്പൊ ഇങ്ങനെ അബ്രൊക്കെ ഇങ്ങനെ താലാട്ടുണ്ട്. സിസ്റ്റർ തുരിതുരാൻ ഇംഗ്ലീഷ്. എന്താ യുവർ ഹെയർ ഈസ് വെരി ബ്യൂട്ടിഫുൾ ദാറ്റ്സ് അബ്രുനോട് അതില് അബ്രൊക്കെ ബട്ട് മോർ ഹൈ ഈസ് വെരി അഗ്ലി എന്നൊക്കെ പറയണേ. അപ്പൊ അതായത് ഇഞ്ഞും ഓവർ വലുതായി പൊന്തിച്ച് വെച്ചാല് എന്താ വൃത്തികേടാണെന്നുള്ള അറിയില്ല. എന്താ ഓൾ ചിൽഡ്രൻസ് ആർ ഇമിറ്റേറ്റിംഗ് ഫിലിം പീപ്പിൾസ് ദാറ്റ്സ് വൈ ദ ഹെയർ ഈസ് വെരി വെരി ബാഡ് എന്നൊക്കെ പറയണ്ടേ. അതിന് ബ്രോ
അതായത് എല്ലാ കുട്ടികളും ഇപ്പൊ സിനിമ ഫീൽഡിലില്ലോലേ ഇമിറ്റേറ്റ് ചെയ്യാണ്. അതുകൊണ്ടാണ് കുട്ടികൾക്ക് അതൊന്നും ചേരുന്നില്ല. ഫേസ് ഒക്കെ ഒരു വൃത്തിയില്ലാതെ മുടിയില്ലാത്ത സിസ്റ്റർ വന്നിത്. ഓലെ പ്രിൻസിപ്പളേ പ്രിൻസിപ്പളല്ലേ. പിന്നെ പറ ഇബ്രുവിനൊക്കെ മാർക്ക് കുറവാണെന്നും പറഞ്ഞു. ആണോ ബ്രോ? തിങ്കളാഴ്ച അയക്കാറ് നിക്കണ എന്റെ മാമ. എന്തേ? അത് മാർക്ക് ലിസ്റ്റ് ഒരു വീട്ടിലെത്തിയതുകൊണ്ടേ. വിളിച്ചിനിയോ? അതേപോലെ ഫീ അടച്ചിക്കണോ ചോദിച്ചിനി. അതില് ബ്രോ എല്ലാം അടച്ചിക്കണ കഴിഞ്ഞ മാസത്തെ ബസ് ഫീസ് വരെ കൊടുത്തിട്ടില്ല. തിങ്കളാഴ്ച കൊടുക്കണം. ഡിസംബറത്തെ കൊടുക്കണം. ഡിസംബറത്തെ കൊടുത്ത് കഴിയുമ്പോത്തിന് ജനുവരിത്തെ കൊടുക്കാനായി. പിന്നെ ഫോർത്ത് സെമസ്റ്റർ. അപ്പൊ ഗൈസ് നമ്മള് 5ാം മൈൽ എത്തിട്ടോ. ഇനി നമ്മള് നിലമ്പൂർ തേക്ക് മ്യൂസിയത്തിന്റെ അടുത്തെത്തിയിട്ട് കാണാം. ഓക്കെ ഗൈസ് അങ്ങനെ ഞങ്ങൾ തേക്ക് മ്യൂസിയത്തിൽ എത്തിയിരിക്കുകയാണ് ഗൈസ്. എല്ലാരും പോക്കൊടങ്ങിക്കണം ഞങ്ങളെ. വരിക നല്ല രസമായിട്ട്. നാളെ അറിയാവൂലേ പാർക്ക് ചെയ്യുമ്പോ ഇനി നാളെ ഉള്ളു അറിയാം. പാർക്കിംഗ് കൗണ്ടർ കൊടുത്ത് ടിക്കറ്റ് മേടിക്കുക. തിരിച്ചു പോകുമ്പോൾ അവിടെ വരുന്ന ടിക്കറ്റ് ഇവിടെ കാണിക്കാം. എപ്പോഴാണ് അടക്കല് ഇവിടെ? 5 മണിക്ക് എൻട്രി ക്ലോസ്, 6 മണിക്ക് എല്ലാം പുറത്ത് ഔട്ട് ആവൂലേ? 5:40 വരെ കാണാം. ഓക്കെ താങ്ക് യു. ഐ ലവ് യു. ഉണ്ടല്ലോ. നമുക്ക് അവിടെ നിർത്തിയാലോ? അവിടെ അവിടെയല്ലേ? നമുക്ക് അവിടെ നിർത്താം. എന്താ പറയാ, നമുക്ക് അവിടെ നിന്ന് റീൽസ് ഷൂട്ട് ചെയ്യണമെങ്കിലേ കഴിഞ്ഞിട്ട് സ്ഥലാക്കൂലേ. തിരിച്ചിടാൻ പറയണ്ടോന്നാണ്. തിരിച്ചിടാനാണ് പറയുന്നത് മൂപ്പര്. അഭിനയിച്ചാൽ അതില്ല, തിരിച്ചാൻ കഴിയൂല പറഞ്ഞിട്ട്. എന്നാ അങ്ങോട്ട് എടുത്തല്ലേ. അപ്പൊ അവിടുന്ന് പറയും ഇങ്ങനെ നടന്നളി. അതില്ലേ ഡോർ വർക്കണ്ടേ? സെറ്റാ? ഗൈസ് അങ്ങനെ നമ്മൾ ഇതാ തേക്കിൻ്റെ നാട്ടിൽ എത്തിയിരിക്കുകയാണ്. കാക്കുന്റെ ബാഗ് ഞാനോ? അതെന്തിനാ? അപ്പൊ എടുക്കണ്ട. ബാഗിന്റെ ആവശ്യം ഉണ്ടോ? പിടിച്ച് അവിടെ വെച്ചോളാം. എടുക്കണ്ട. ഇത് പിടിച്ച് നടക്കുന്നുണ്ട്. തലയിലാവത്. ഓള് വന്നിട്ട് എടുക്ക. എന്താ കാട്ടണേ? ഓളെ എവിടെ? ഒക്കെ വിളിച്ചോക്കെ ഓളെ കാത്തിക്കാൻ. ഓളിവിടെ ഈ എന്താ നിലമ്പൂരി പാട്ടില്ലേ അവിടെ എത്തിക്കണല്ലോ. എന്നോട് വന്നിട്ട് ടിക്കറ്റ് എടുത്ത് കയറാം. ഞാൻ ടിക്കറ്റ് എടുത്ത് വരാം കേട്ടോ. നിങ്ങൾ ഇവിടെ നിന്നോളി.
ഒന്ന് രണ്ട് മൂന്ന് മൂന്ന് വലിയ കുട്ടികൾ ഉണ്ടോ? ചെറിയ കുട്ടികളാ. ഒരു കുട്ടി 6, ഒരു കുട്ടി 3, ഒരു കുട്ടി 2, പിന്നെ 6 മാസം. അവളെ കൈയൊക്കെ തൊട്ടൊക്കെ തണുക്കുണ്ടോ കിഷ? കിഷ്ബേ തണുക്കുണ്ടോന്ന് അതെടുന്ന ചുരുപ്പ് എന്റെ പോക്കറ്റിലുള്ളതാ. പോവാ ബാ. ബാടാ തേക്കിന്റെ നാട്ടിലെ അതിലോ കരോള് അതാണേ ഗൈസ്. അപ്പം നമ്മളെ മാക്സി പെങ്ങളുണ്ടല്ലോ കുഞ്ഞുണ്ണി, ഓളും തേക്ക് മ്യൂസിയത്തിൽക്കൂടെ വരുന്നുണ്ടെന്ന് പറഞ്ഞിനി. പക്ഷെ ഓള് ബസ്സിലാണ്. അതിലല്ലോ ഓള് വന്നു. ഓളോട് വിളിച്ചാണ്ടേ ടിക്കറ്റോ ടിക്കറ്റ് എടുത്ത് കയറാൻ പറഞ്ഞോളാ. ടിക്കറ്റ് നമ്മൾ എടുത്തിട്ട് കാര്യമില്ലല്ലേ, നമ്മൾ ഉള്ളിൽ പോവില്ലേ. അങ്ങനെ ഗൈസ് തേക്കിൻ്റെ ആ വലിയ നാട്ടിലെത്തി. അതായത് തേക്ക് മ്യൂസിയം പറഞ്ഞാൽ എന്താ വെച്ചാൽ വലിയൊരു അമ്യൂസ്മെൻറ്റ് പാർക്കോ അങ്ങനത്തെ സംഭവമൊന്നുമല്ല. പക്ഷെ ഒരു വൈൽഡ് ലൈഫ് ആസ്വദിക്കണം എന്നുണ്ടെങ്കിൽ നമ്മളെ നിലമ്പൂരിൻ്റെ തേക്ക് മ്യൂസിയത്തിലേക്ക് വന്നാൽ മതി അല്ലേ. ഏതോക്കാ ഇത് കണ്ടോ ജി? ഇയാളെ കണ്ടോ? ഇത് സ്വർണം കൊണ്ടുണ്ടാക്കിയ സ്വർണ്ണാണ്. അറിയാം എനിക്ക് കൈക്കൂടെ പോകണ്ടേ? എയിലും പോകാം. എലി പോകാൻ പറ്റും. പിന്നെ മുന്നിക്ക് നോക്കി നടന്നോളി. തെറ്റും കട്ടിയാണ് അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി നടന്നാൽ അരിച്ചാലും മൂന്തി കുത്തി ബുക്കണമെന്ന് നോക്കിക്കോണ്ടി. ഓക്കെ, കുട്ടികളോടാണ് ഞാൻ പറയുന്നത്. ഇപ്പൊ ബുക്കും അപ്പൊ നായിക്കൂടെ പോകണ്ടങ്ങളേ. എന്താണ് ജന്തുവിനും ചവിട്ടിയത്? നിങ്ങൾ ഈ ഇടങ്ങേറങ്ങാണ്ട് എന്തിനായാലും അലത്തണത്? മൈക്കടെ ഒരു കള കാരണം ചലക്കണില്ല. എന്ത് ആയിക്കൂടെ അയക്കാരെന്ന് അയക്കാരജാ തീരുമാനിച്ചാല് അതറിഞ്ഞ് എന്നാണ്ട് ചള്ളക്കൊണ്ട് കൊടുക്ക. ഓനൊക്കെ നേരെ റോട്ടിൽ കൂടെ കൊണ്ടു നടക്കാൻ ഭയങ്കര ഇറങ്ങാം അല്ലേ. എന്ത് ഒരു തേക്കിൻ്റെ വേരാണത്. ഒറ്റ തേക്കിൻ്റെ, അതായത് തേക്കിനെ മണ്ണിൽ നിന്ന് കുഴിച്ചെടുത്തൊരു സാധനമാണത് അല്ലേ ബ്രോ? ശരിക്കും തേക്ക് മ്യൂസിയം എന്ന് പറയുന്ന സംഭവം ഇതാണ് കേട്ടോ. ഇതാണ് മ്യൂസിയം. ഈ തേക്കിൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ ഇതൊരു തേക്കിൻ്റെ വേരാ. ഈ വേര് തേക്ക് മണ്ണിൽ നിന്ന് കുഴിച്ചെടുത്തിട്ട് അതേപോലെ കടഞ്ഞ് പോളിഷ് ചെയ്ത് വെച്ച സാധനമാണിത്. ഓക്കെ, നമ്മൾ മ്യൂസിയത്തിൻ്റെ ഉള്ളിലേക്ക് കയറി നോക്കാം. ചെരുപ്പ് പുറത്തട്ടോ, ചെരുപ്പ് കയറിയിട്ട് അതിന് മേലെ കൊണ്ട് വെച്ചാൽ കേട്ടോ. ചെരുപ്പ് വരിട്ടോ, എല്ലാവരും ചെരുപ്പ് വരിക. ഓ ഗൈസ് നമ്മളെ ഫാൻസ് കേട്ടോ. യൂട്യൂബിൽ വരില്ല കേട്ടോ, ചെറിയൊരു ഇത് വരുള്ളൂ കേട്ടോ.
ആ ഓല് വന്നോളൂ. അതെ, ഇനി നമ്മൾ മ്യൂസിയത്തിൻ്റെ ഉള്ളിലേക്ക് കയറാൻ പോവുകയാണ്. കുറേ ദിവസമായി ഇതിൻ്റെ ഉള്ളിൽ കയറിയിട്ട് തൻ്റെ പേരൻ്റെ ഉള്ളിലല്ലേ ഇടക്കിടക്ക് വന്ന് കയറാൻ. ദയവായി പ്രദർശന വസ്തുവിനെ തൊടരുത് എന്ന് എഴുതിയിരിക്കണേ, മനസ്സിലായോ? ഇതിനെ തൊടാൻ പാടില്ല, അത് മനസ്സിലാക്കി. എന്ത് 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 എന്താണ് പറഞ്ഞേ? എടാ ഇപ്പച്ചിക്ക് തൊടാ. ആ ഇപ്പച്ചി തൊട്ട് കാണിച്ചു തരാണ്, അതായത് ഇപ്പച്ചി പറഞ്ഞു തരാണ് നിങ്ങൾക്ക് ഇതുമ്മ തൊടരുത്, മനസ്സിലായോ? എന്നൊക്കെ ഭയമ കയറി നിൽക്കണേ, എന്തേലും പറഞ്ഞാലേ. ഇതൊരു തേക്കിൻ്റെ മരം, ഇവിടെ ഉള്ള തേക്കാണിത്. പിന്നെ എന്തോ ഇഷ്ടിക കല്ലും എന്തൊക്കെ നോണ പറയുന്നു. ഇവിടെ ഏറ്റവും പഴക്കമുള്ള തേക്ക് മുറിച്ച് വെച്ച സ്ഥലമാട്ടത്, പീസാക്കിയിട്ട്. ഈ തേക്കിൻ്റെ പഴക്കം എന്ന് പറഞ്ഞാൽ ഏകദേശം നമ്മളെ ബ്രിട്ടീഷുകാരുടെ കാലത്ത് പാലം ഉണ്ടാക്കാൻ ഉപയോഗിച്ച തേക്കാണിത്, നിലമ്പൂർ തേക്ക്. ആ തേക്ക് അന്ന് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷം 2-3 തേക്ക് ബാക്കിയുള്ള ഇവിടെ കൊണ്ടുവന്നിട്ടാ. അങ്ങനെ നമ്മളെ നാട്ടിൽ തന്നെയാണിത്, പക്ഷേ നമ്മൾ അതിനൊരു വാല്യൂ കൊടുക്കണില്ല. നിലമ്പൂർ തേക്ക് മ്യൂസിയം അല്ലേ ഇറങ്ങാണ്ട് അടങ്ങി നിൽക്കണ്ട കേട്ടോ. ഇത് എങ്ങനെയാ വെച്ചാൽ തേക്കിൻ്റെ പ്രായങ്ങളുണ്ടല്ലോ, ഓരോ ഇത്ര മാസം കൊണ്ട് ആവണ വീതി, തേക്കിൻ്റെ വണ്ണം ഇത്ര ലെങ്ത് ഉള്ളത് എത്രയാണ് എന്നുള്ളതും, അങ്ങനെ തേക്ക് വീതി കൂടി വരുന്നതിനനുസരിച്ച് തേക്കിൻ്റെ ആ ഒരു ഇതിൽ വരുന്ന മാറ്റങ്ങൾ, കാതലുണ്ടാകുന്നതിനൊക്കെ അനുസരിച്ചുള്ള ഒരു സംഭവം. അതാണ് നമ്മൾ തേക്ക് മ്യൂസിയത്തിൻ്റെ ഈ ഒരു ഭാഗം കൊണ്ട് നമ്മൾ കാണിച്ചു കൊടുക്കുന്നത്. ഓക്കെ, എന്ത് സ്കൂളിൽ നമ്മൾ പഠനയാത്രക്ക് പോകുമല്ലോ, അതേമാതിരി ഉണ്ടല്ലോ ടീച്ചേഴ്സ് ഇങ്ങനെ മുന്നിൽ നിന്നാണ്ട് പറഞ്ഞു. അത്ര അറിവാണ് എൻ്റെ പുതിയ ആപ്പിളക്കാര് മനസ്സിലാക്കുന്നത് അല്ലേ? അറിവ് കൂടിയതാണ് പ്രശ്നം. അതേപോലെ ഇതുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്താ വെച്ചാൽ, നമ്മൾ പുറത്തുള്ളൊരു തേക്ക് മാത്രമാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. തേക്കിൻ്റെ ഉള്ളിൽ എന്താണ് അവസ്ഥ, അടിഭാഗത്ത് എങ്ങനെയാണെന്നുള്ളത് നമ്മൾ കണ്ടിട്ടില്ല. അതാണ് ഇവിടെ കാണിച്ചു തരുന്നത്. മറന്നാടാ അതിൻ്റെ പേര് പോയ സീനൊന്ന് കാണിച്ചു കൊടുത്താ. ഇതാണ് അതിൻ്റെ റൂട്ട്സ്. അതെ, എന്ത് ഭൂമിയോ? ഇത് നമ്മളേ, അതായത് തേക്ക് നമ്മൾ നിലമ്പൂർ തേക്ക് എവിടേക്കൊക്കെയാണ് ഡിസ്ട്രിബ്യൂഷൻ ചെയ്യണത് എന്നുള്ള ഇതാണ്. വേൾഡിൽ തന്നെ ഏറ്റവും നമ്പർ 1 തേക്കിൻ്റെ ഇതായിട്ടുള്ള സ്ഥലമാണ് നമ്മളെ നിലമ്പൂർ. ഏറ്റവും ഉറപ്പുള്ള തേക്കും ഏറ്റവും പഴക്കമുള്ള തേക്കും കിട്ടുന്നത് നമ്മളെ നിലമ്പൂരാണ്. അപ്പോൾ ഇത്രയും സ്ഥലം, ഈ പച്ചപ്പ് കാണുന്ന സ്ഥലമൊക്കെ തേക്ക് നമ്മൾ കൊടുക്കുന്ന സ്ഥലങ്ങളാണ്. ഇതേ അല്ലാതെ ജന്ത കരുതിയ വെള്ളമില്ലാത്ത സ്ഥലമാണ് അതിന്. കരയാണ് എഴുതിയേക്കില്ലേജ്, അത് കരയില്ലാത്ത തേക്ക് കൊടുക്കുന്ന സ്ഥലമാണ്. നീല കളറുള്ള സ്ഥലങ്ങൾ നമ്മളോട് കൊയ്ന്തില്ലോ അല്ലാണേ, നിലമ്പൂരത്തേക്ക് പറ്റാത്തവര്. ഇത് കണ്ടെങ്കിൽ തേക്കിൻ്റെ വീതി എന്ന് പറഞ്ഞാൽ കാതൽ എന്ന് പറഞ്ഞ സാധനമാണിത്. അതിലൊക്കെ കയറണടാ. ഇത് കണ്ട അക്ബർ ചക്രവർത്തി ജനിച്ച അന്നുള്ള തേക്കാണിത്, മനസ്സിലായോ? അതിനുള്ള തെളിവാണ് ഈ തേക്ക്. അക്ബർ ചക്രവർത്തി വർഷത്തിൻ്റെ പഴക്കാണ്, അതായത് 400 വർഷം പഴക്കമുണ്ടായാലേ ഈ വീതി ഇത്ര വീതി ആവുള്ളൂ തേക്കിന്. 100 വർഷം ആകുമ്പോൾ ഇത്ര, 150 ആകുമ്പോൾ ഇത്ര, 50 ആകുമ്പോൾ ഇത്ര. 1542 തേക്കത് അറിയാം എനിക്ക്. പിന്നെ ഇത് നമ്മളെ തേക്ക് കൊണ്ട് ഉണ്ടാക്കുന്ന കുറേ സാധനങ്ങളാട്ടോ. ഇതൊക്കെ നമ്മളെ കരയിലുണ്ട്. കാട്ടി തരണ പോര്.
മേലേക്ക് പോകണ്ടല്ലേ? ബാ ഇനി നമുക്ക് അവിടെ കുറെ പുല്ലൊക്കെ ഉണ്ട് കളിച്ചാലേ. അപ്പം ഇനി നമ്മളേ മ്യൂസിയത്തിൻ്റെ ഉൾഭാഗം നമ്മൾ കണ്ടു കഴിഞ്ഞു ഏകദേശം. നമ്മളെ പ്ലാൻ എന്താ വെച്ചു, ഇനി നമ്മളെ പ്ലാൻ എന്താ വെച്ചാൽ അവിടെ കുറച്ച് ഗാർഡൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്, അതൊക്കെ ഒന്ന് പോയി കാണാം അല്ലേ? ചെരുപ്പ് ഷൂട്ടാളി എന്ത് എവിടെ കയ്യിലോ? അത് നിങ്ങൾക്ക് അവിടെ കളിച്ചണമെങ്കിലൊക്കെ ഷൂ ഇടേണ്ടി വരും. അത് പിടിച്ച് ഇങ്ങനെ നടക്കുവോ? ഗൈസ് എന്താ വർത്താനോ? സുഖല്ലേ? നിങ്ങൾ വീട് എവിടെ? കാരാടോ? തേക്ക് മ്യൂസിയത്തേക്ക് പോകുന്നതാ? കണ്ടെന്നിട്ടല്ലോ? രസമുണ്ടോ? അപ്പോൾ ഗൈസ് ഇത് വ്ളോഗ് ഓണാ ഓഫാ? അപ്പോൾ ഗൈസ് ഇതൊക്കെ നമ്മൾ സബ്സ്ക്രൈബേഴ്സ് ആട്ടോ. ഞങ്ങൾ വീഡിയോ കാണലില്ലോ, ലൈക്ക് കമൻ്റൊക്കെ അടിക്കലില്ലോ. താങ്ക് യു. ഓ എന്നാ ഞാനൊരു ഫോട്ടോ ഇതാകട്ടോ പാടി. അല്ല ഞാൻ അങ്ങനെ എടുത്തുതരാം. എന്നാ അവളേക്ക് നിർത്തുന്ന ഓക്കെ അല്ലേ? ലൈക്കും കമൻ്റൊക്കെ അടിക്കിട്ടോ. ടിഷ ബേബി പന്തലിക്കൊക്കെ പോക്കേ. ഓള് ഞാൻ എങ്ങോട്ടും കൊണ്ടുപോകണില്ല അറിഞ്ഞാണ്ടേ, ഓളെ പെരയിലൊക്കെ വിളിച്ചറിഞ്ഞാണ്ടേ ഞാൻ പിന്നെ എല്ലായിടത്തും പോകണം. അങ്ങനെ ഉണ്ടോ മൊത്തത്തില്? ഞാനൊരു നൊളിച്ചാണെന്നുള്ള ന്യൂസ് ഉണ്ടോ? ഓക്കെ എന്നാ അപ്പോൾ ഗൈസ് ഇനി നമ്മളെ പ്ലാൻ എന്താ വെച്ചാൽ ലൈസ് കെട്ടലാണ് നമ്മളെ അടുത്ത പ്ലാൻ. നിഷാ ഷൂ വന്നിട്ട് കൊടുത്ത എന്താടാ പറഞ്ഞ്? ചോറൊന്നും തിന്നിട്ടില്ല. അതിന് ഇവിടെ അതിന് ഹോട്ടലല്ലേ, ഇത് മ്യൂസിയാണ്. ഇപ്പോഴെല്ലാം നിങ്ങളെ കളി മനസ്സിലായത്. എവിടേക്കാണ് പോലെ ചിന്ത പോയത് എന്നില്ല ഇപ്പോഴാണ് ഗൈസ് മനസ്സിലായത്. അതായത് വിശക്കുണ്ട് ഓൽക്ക് അവിടെ ഐസ്ക്രീമാണ്. അത് കാണിച്ചു കൊടുത്തിരിക്കണം അതൊക്കെ കണ്ട് ബാ. അങ്ങനെ നമ്മൾ തേക്കിൻ്റെ മറ്റൊരു ലോകം ആസ്വദിക്കാൻ വേണ്ടി പോവുകയാണ്. മ്യൂസിയം കഴിഞ്ഞ് ഏത് അടുപ്പൊക്കെയാണ് നിങ്ങൾ ഇപ്പോൾ അതിന് ആ പാർക്കുണ്ടായിക്കോട്ടെ, എങ്ങോട്ടും പോകില്ല, അടന്നോട്ടെ. ഐസ്ക്രീം വേണോ ജിബ്രാനെ? ഐസ്ക്രീം വേണോ? എന്ത് ಹೌದಾ? ഫാൻസാണ് ഗൈസ്. ഫോണവിടെ? അപ്പം നിങ്ങളെ നേരത്തെ വിളിച്ചപ്പോൾ നിങ്ങളില്ലാതെ ഡിമാൻഡ് ആക്കി ലെവലല്ല ഡിമാൻഡ് ആക്കിന് ആകല്ലേ? നിങ്ങളെ വീടവിടെ? ആലപ്പുഴ ലക്ഷദ്വീപ് വേണോ? ഗൈസ് നമുക്ക് ആലപ്പുഴ ലക്ഷദ്വീപിൽ വരെ ഫാൻസാണ് നമുക്ക് അല്ലേ. ഞങ്ങൾ ഇൻഷാല്ലാ ലക്ഷദ്വീപിക്ക് ഒരു ദിവസം വരുന്നുണ്ട് കേട്ടോ. ബാ
ലൈക്കും കമൻറ്റൊക്കെ അടിക്കണം കേട്ടോ. ചേട്ടാ പോയിന് എൻ്റെ ഇടയിൽ ഫോട്ടോ എടുക്കണതിൻ്റെ ഇടയിൽ ആലപ്പുഴ ചേട്ടാ പോയിന് ഫോട്ടോ എടുക്കണതിൻ്റെ ഇടയിൽ എന്താ പേരെന്താ? വരുമോ വരുമോ വരുമോ? നോക്കാനൊന്നും പറ്റിയിട്ടില്ല. എൻ്റെ അടുത്ത് വന്നു ഞാൻ എടുക്കട്ടെ. കരയുണ്ട് അവളത് വാങ്ങിക്ക കുട്ടീനെ കരയിപ്പിച്ച്. ഓക്കെ ലക്ഷദ്വീപ് വരെ ഇട്ടത് നമ്മളെ നിലമ്പൂർ തേക്ക് മ്യൂസിയത്തിൻ്റെ ഒരു ഇത് നിങ്ങൾക്ക് മനസ്സിലായില്ലേ? അതായത് അവിടുന്ന് വരെ ഇൻ്റർനാഷണൽ വരെ ആളുകൾ ഇങ്ങോട്ട് വരുന്നുണ്ട്. നമ്മളെ നാട്ടിലായതുകൊണ്ട് അത് തേക്ക് മ്യൂസിയം പറഞ്ഞാൽ നമ്മൾ മൈൻഡ് ചെയ്യാതെ നിൽക്കുകയാണ്. ചേച്ചി ഒന്നായിട്ട് കൊടുക്കല്ലേ കേട്ടോ, കായ് ഉണ്ടാവില്ല. എന്ത് ചോക്ലേറ്റാ? സ്ട്രോബെറിയോ? ഇവർക്കൊരു സ്ട്രോബെറി തിന്നിട്ടില്ലെങ്കിലല്ലേ ചള്ള അടിച്ച. സോറി ടേക്ക്. എന്ത് കാണലുണ്ടോ? ഗസ് ചേച്ചിക്ക് നമ്മളെ സബ്സ്ക്രൈബർ ആട്ടോ. അനക്ക് എന്താണ് ചോക്ലേറ്റ് അല്ലേ? ഇവനൊരു ചോക്ലേറ്റ്. ചാടണ നോക്കിക്കോളി, കാരണം വലിയ ഉറപ്പൊന്നും ഉണ്ടാവില്ല. എന്ത് അനക്കെന്താ? ചോക്ലേറ്റ്. ഓക്കെ അബ്രൂൺ ചോക്ലേറ്റാ? ആ ഓക്കെ ചോക്ലേറ്റ്. സ്കാനർ ഉണ്ടല്ലോ അവിടെ. എല്ലാവർക്കും ആയോ? ഞാൻ ആർക്കില്ലല്ലോ. എത്ര ചേച്ചിയാ? 180. ടീഷർട്ട് കൊടുക്കണേ, കഫക്കെട്ടല്ലേ? ചെയ്തിട്ടുണ്ടോ? ഓക്കെ താങ്ക് യു. ചായ ഒന്നുമില്ലല്ലോ അവിടെ മെഷീന? ചായ എടുക്കണം നമ്മൾ അല്ലെങ്കിൽ ഇങ്ങനെ മടങ്ങുമ്പോഴാക്കല്ലേ? ഞങ്ങൾ ചായ എടുക്കുമ്പോഴേ അത് ഇത് അറിയരുത് കേട്ടോ, മനസ്സിലായില്ലേ? അപ്പോൾ ഗൈസ് ഇനി നമ്മൾ തേക്ക് മ്യൂസിയത്തിൻ്റെ പാർക്ക് ആൻഡ് ഗാർഡൻ ഏരിയയിലേക്ക് പോവുകയാണ്. ഇവിടുത്തെ ഒരു പ്രത്യേകത എന്താ വെച്ചാൽ ഇവിടുത്തെ പാർക്കിൽ കുട്ടികൾ മൂന്തത്തി വീണാലും വരുത്താവില്ല അല്ലേ? വരുത്താവോ ബ്രോ? ഓനെ തലമണ്ട അങ്ങനെ തന്നെ ഒരു ഏരിയ ഇങ്ങനെ കാണിച്ചു കൊടുത്താൽ ഒരു വൈഡ് തേക്ക് മ്യൂസിയത്തിൻ്റെ ആ ഒരു വലിയ. ഞാൻ ഇന്നാളുകൾക്ക് ഒരു തവളാച്ചിൻ്റെ കഥ പറഞ്ഞില്ലേ? ആ കഥയിലെ തവളാച്ചാണ്. രണ്ട് തവളകൾ ഒരു കിണറ്റിൽ പോയി ചെസ് കളിച്ചു. എന്നിട്ടൊരു തവളാച്ചിക്ക് ലൂസ് മോശം വന്നു, വയറിളകി. കുട്ടികൾക്ക് പറ്റിയ കുറേ കാണാനൊക്കെ ഉള്ള കുറേ സംഭവങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അതേപോലെ അവിടെ കുട്ടികൾക്ക് കളിക്കാനുള്ള പാർക്ക് അവിടെ ഉണ്ട്. മീനുകളെ കണ്ടങ്ങൾ ഫിഷ് എങ്ങനെയുണ്ട്? അത് വേണമെങ്കിൽ നിങ്ങൾക്ക് തീറ്റ കൊടുക്കണോ? നിങ്ങൾ ഐസ്ക്രീം നിങ്ങൾ ഐസ്ക്രീം കൊടുക്കുമോ? തീറ്റ തന്നെ ഐസ്ക്രീം ആണ് കൊടുക്കുക, എറിഞ്ഞു കൊടുക്ക്. നിങ്ങൾ തിന്നു കാണിച്ചു തരാം. അതന്നെ പറഞ്ഞതേ. അപ്പോൾ ഗൈസ് അങ്ങനെ നമ്മുടെ തേക്ക് മ്യൂസിയത്തിലേക്ക് എന്താ കുട്ടികളൊക്കെ ഞങ്ങളെപ്പോഴും പറഞ്ഞു വെച്ചാണ്ടേ ഓള് മഞ്ചേരി കൂടെ വലത്തിക്കണേ. എന്താ നേരം വൈകി? ക്ലിനിക്കില് പോയതേനെ. ഏത് ക്ലിനിക്കില്? ആസ് എ കൗൺസിലർ. ഓക്കെ ആസ് എ ചവിട്ടാനെ കുറ്റി ഞങ്ങൾ അടിച്ചു പൊട്ടിക്കും. കാരണം ഓളെ പരിപാടി എന്താ വെച്ചാൽ ഓള് ഞങ്ങളോട് പറയണേ, ഞങ്ങൾ വെറുതെ ചോദിച്ചാണ് തേക്ക് മ്യൂസിയത്തിലേക്ക് ഞങ്ങൾ പോരാൻ. അപ്പോൾ ഞാൻ അങ്ങോട്ട് വരാം, നിങ്ങൾ നടന്നോളി, എൻ്റെ കുട്ടികളെ എടുത്താണ്ട്. അതായത് നമ്മളെ ആവശ്യം മാതിരിയാ. നമ്മളൊരു ഓഫർ അങ്ങോട്ട് കൊടുത്തപ്പോൾ അത് ഞങ്ങൾക്കൊരു ബാധ്യതയാക്കി തരിക. ഞാൻ ക്ലിനിക്കിൽ വർക്ക് ചെയ്യല്ലേ.
എന്നിട്ട് എന്നും പോവും? അല്ല ശനിയാഴ്ച മാത്രം പേഷ്യന്റിന്. ഓ 1-5 ക്ലൈന്റ് ഉണ്ടായിരുന്നു. ഇന്ന് 5-6 ക്ലൈന്റ് ഉണ്ടായിരുന്നു ചാടിയില്ല. അത് സാരില്ല, അത് സാരില്ല. ഞാൻ പറഞ്ഞിട്ട് ആദ്യം തന്നെ ചാടണം നോക്കിക്കോട്ടെ, അതിനും കൊടുക്കാൻ നിൽക്കണ്ട. ആ ഓല അനുഭവിക്കുക. അങ്ങനെ ഐസ്ക്രീം ചാടും പോലെ അനുഭവിക്കുക. ഐസ്ക്രീം ചാടിയ നന്നായി. അതെ ഓക്ക് പോയി വേഗം കളിച്ചോ, ഞങ്ങൾക്ക് തീർന്ന് വരെ അവിടെ ഇരുന്നിട്ട് എന്താ വർത്താനോ? ഗൈസ്, നമ്മളെ ഒരു പഴയ ഫേസ്ബുക്ക് ഫ്രണ്ടാണ് സന്ദീപ്. ഞങ്ങൾ ഭയങ്കര ഫൈറ്റ് ആയിരുന്നു. പട്ടി എന്നൊക്കെ പറയാണ്ട് ഫുള്ള് ഫൈറ്റ് ആയിരുന്നു. ഇപ്പൊ ഞങ്ങള് പിന്നെ കൊറേ കാലമായി കണ്ടിട്ട്. ഇതുവരെ നമ്മൾ നേരിട്ട് കണ്ടിട്ടില്ലല്ലോ. ദുബായില് അവിടെ വണ്ടൂർ അന്ന് നീ ഇല്ലായിരുന്നു. നീ എന്ന് സ്റ്റാഫിനെ ഏൽപ്പിച്ചിട്ട് പോയേക്കുമായിരുന്നു തുടങ്ങിയ സമയത്ത്. അപ്പൊ ഗൈസ്, നമ്മളെ പഴയൊരു ഫേസ്ബുക്ക് ഫ്രണ്ട് കേട്ടോ. അപ്പൊ സന്ദീപ് നമ്മളെ സബ്സ്ക്രൈബേഴ്സിനോട് ഒരു ഹായ് കൊടുക്കും. അങ്ങനെ ഗൈസ്, ഇവിടെ ഏകദേശം ശരിക്കും തേക്ക് മ്യൂസിയത്തേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഒരു രാവിലെ 10 മണിയൊക്കെ ആകുമ്പോൾ വരിക നല്ലത് അല്ലേ? 10 മണി 11 മണിയൊക്കെ ആകുമ്പോൾ വരിക നല്ലത്. കാരണം എന്താ വെച്ചാൽ വൈകുന്നേരം 5 മണിക്ക് ഇവിടെ ക്ലോസ് ആക്കും. അപ്പോൾ ഒരു 5:30 ഒക്കെ ആകുമ്പോഴേക്കും എല്ലാവരും പുറത്ത് കാട്ടി വിടും. അപ്പോൾ പരമാവധി നേരത്തെ വരികയാണെന്നുണ്ടെങ്കിൽ കുട്ടികളൊക്കെ ആയിട്ട് കുറേ നേരം ചില്ല് ചെയ്യാൻ പറ്റും. ഇവിടെ മൊത്തം കുട്ടികൾക്കുള്ളൊരു സ്പേസ് ആട്ടോ. എവിടെ അബ്രുബ്രൊക്കെ ഇവിടെ എത്തിയ കുട്ടികളെ കാണാതെയാവും. കുട്ടികളൊക്കെ എവിടെ ഡി? അത് അബ്രു. ഇബ്രാഹിം എവിടെ? ഇബ്രാഹിം അവിടെ ഉണ്ട്. ജിബ്രാൻ എവിടെ? ജിബ്രാനൊക്കെ അവിടെ എത്തിയിട്ട ഗൈസ്. അവരടുത്ത് പോയൊക്കെ ഒന്ന് ശ്രദ്ധിക്കാൻ പറയാം. ഇവിടെ വന്നാൽ പിന്നെ നമ്മളെ മുന്നിലുള്ള കുട്ടികളെ മാത്രമേ നമ്മൾ നോക്കേണ്ടത്. കാരണം നമ്മളെ കുട്ടികളെ ചിലപ്പോൾ വേറെ ആരെങ്കിലും നോക്കുന്നുണ്ടാവും. അങ്ങനെ ഒരു സിസ്റ്റമാണ് ഇവിടെ അല്ലേ? ആർക്കും നോക്കാം. അവനാൻ്റെ മുന്നിൽ ഏതെങ്കിലും കുട്ടികൾ വീണാൽ ഓലെടുത്തിട്ട് വേഗം റെഡിയാക്കുക. നമ്മളെ കുട്ടികൾ തന്നെ ആവണമെന്നില്ല, പല ആൾക്കാരുടെ കുട്ടികളെ കാരണം. പക്ഷെ നമ്മൾ ഓരോരുത്തരും അങ്ങനെ ശ്രദ്ധിക്കുക. എന്ത്? അതെ, പക്ഷെ അത് വേറെക്ക് ചിലപ്പോൾ നഷ്ടമാവാൻ സാധ്യതയുണ്ട്. കാരണം നമുക്ക് കുറേ കുട്ടികളുണ്ടായതുകൊണ്ട് കുറേ ആൾക്കാർ ഇടങ്ങാറാണ്ടി വരും. അല്ല, നമ്മളിപ്പോൾ ഇബ്രാഹിമിൻ്റെ അടുത്തേക്ക് പോകുന്നതല്ലേ ഇനിയോ? അല്ല, അവിടെ എത്തിയോ? അവിടെ പോയൊക്കെ ഇബ്രാഹിമേ ബാ, ഉപദേശം തരട്ടെ. എവിടെ ജിബ്രാൻ? ജിബ്രാനെ ഇവിടെ വാ, ഉപദേശം തരാം. വാ, ഇവിടെ വാ, ഉപദേശം തരാം വാ. പിന്നെ ഇവിടുന്ന് വീണാൽ കരച്ചിലില്ല, മനസ്സിലായോ? വീണാ അവിടെ കിടക്കുക, കുറച്ചു നേരം വേദന സഹിക്കോളം ഉള്ള ആ ഒരു ടൈം മിണ്ടാതിരിക്കടങ്ങി. പണ്ടാറടങ്ങാൻ ഇത് കേൾക്കാതെ പോണത്. അവിടെ നിൽക്ക്, ഇത് കേക്കടാ, ഇങ്ങോട്ടോക്ക്. ഇവിടെ വാ നോളെ, ഞാൻ പറയട്ടെ. നമുക്ക് അതിനുള്ളിൽ കള്ളുണ്ടാവും, പിടിച്ചോ. എന്ത് നമുക്ക് അഥവാ വീണാലേ കുട്ടികൾക്ക് ബുദ്ധി വെച്ചിരിക്കണ്. പണ്ടത്തെ ട്രിക്കൊന്നും പറഞ്ഞിട്ട് കാര്യമല്ല. ഇബ്രു അറിയണേട്ടോ ജി, ഇപ്പൊ കുട്ടികൾക്ക് ബുദ്ധി വെച്ചിരിക്കണ്. പണ്ടത്തെ ട്രിക്കൊന്നും വർക്ക് ചെയ്യൂല, പേടിപ്പിച്ചിട്ടേ അത് നടക്കും. ഞങ്ങൾ അതിലെ പോവാണെന്നാ. നിങ്ങൾ പോയിട്ടുണ്ടോ? അതിലെ പോവാണ്. അതിലൊക്കെ ഉണ്ട്, കൊറേ കാണാണ്ട് പുല്ലിന്റെ. നിനക്ക് എന്നാ മടങ്ങുമ്പോ കഴിച്ച അവിടെ. അതല്ല, അവിടെ പോയിട്ട് പോരാ. ബാ നോക്കാം. നിങ്ങൾക്ക് അത് കാണാൻ കൂടൂല. അവിടെ കുറെ പുല്ലുകൊണ്ടൊക്കെ ഉള്ള ജന്തുക്കളൊക്കെ ഉണ്ടാക്കി. വാ, എവിടെ അബ്രു? അത് കുഞ്ഞ് വാ, ഞങ്ങൾ പോവുകയാണ്. ഇങ്ങോട്ട് വരും, ഇപ്പൊ വരും. മടങ്ങുമ്പോ കളിക്കവാ. ഹായ്, എന്താ വർത്താനോ? ലൈക്കും കമൻ്റൊക്കെ അടിക്കലുണ്ടോ നിങ്ങള്? ലൈക്കും കമൻ്റൊക്കെ അടിക്കലുണ്ടോ? നോണറിയാൻ നിൽക്കണ്ട. പേരെന്താണ്? യൂട്യൂബറെന്നൊക്കെ വിളിച്ചാണ്ട് ഇപ്പൊ ലാസ്റ്റ് പേര്. അതിന്റെ പേരെന്താ? ഗൗരവ്. അപ്പൊ ഗൗരവൊക്കെ നമ്മളെ വീഡിയോ കാണുന്ന ആളാട്ടോ ഗൈസ്. വേഗം പോരാ അവിടുന്ന്.
കുറച്ച് നേരം വാങ്ങിയെന്ന് ചോദിച്ചു. ഇത് കൂടെ പോരെ. വീഡിയോസ് കാണലില്ലേ? കാണലുണ്ടോ? എന്താ എൻ്റെ പേര്? ശല. ശരേ. ലൈക്കും കമൻ്റൊക്കെ അടിക്കണം കേട്ടോ. ഓക്കെ. ആ എന്ത് ഇജ്ജ് കൊണ്ടുപോകാതെ എന്നെ വിളിച്ചതല്ലേ ഞാൻ? പച്ച മലയാളത്തിൽ വിളിച്ചതല്ലേ? നമ്മളെപ്പോഴോട് ക്ലോസ് ചെയ്യുക? താഴെ എത്തണം. അപ്പോൾ ഇതിനൂടെ ക്ലിയർ ആവും. വിസിലടിക്കൂല്ലേ? എടാ കാണാനുള്ളതൊക്കെ വേഗം കണ്ടോളി. പായണ്ട വേഗം പറഞ്ഞ. ഞാൻ വെറുതെ പറഞ്ഞാണ്. ബട്ടർഫ്ലൈ ഗാർഡനിൽ പോകണോ? പൂമ്പാറ്റകളെ കാണണോ? പൂമ്പാറ്റകൾ ഉണ്ടോയെന്ന് അറിയില്ല കേട്ടോ. എന്താ പറഞ്ഞേ? തന്നെ. എന്താ പേര്? എൻ്റെ വീട് എവിടെ? മണ്ണാർക്കാടോ? നിങ്ങൾ ഇങ്ങോട്ടായിട്ട് പോകുന്നതാ? ഇവിടെ അടുത്ത് ഞങ്ങളൊരു കുടുംബത്തിന്റെ വീടുണ്ട്, അപ്പൊ അങ്ങോട്ട് പോയതാ. എങ്ങനെയുണ്ട് തേക്ക് മ്യൂസിയം? എങ്ങനെയുണ്ട്? സൂപ്പർ അല്ലേ? ഇഷ്ടപ്പെട്ടോ? ലൈക്കും കമൻ്റൊക്കെ അടിക്കട്ടോ എൻ്റെ ചാനലിൽ. ഓക്കെ, താങ്ക് യു. തേക്ക് മ്യൂസിയം എങ്ങനെയുണ്ട് വെച്ചു? സൂപ്പറാണ്. എന്നാൽ ലൈക്കും കമൻ്റ് അടിക്കട്ടോ. തേക്ക് മ്യൂസിയത്തിനല്ല, നമ്മളെ ചാനലിന്. ഇതാണ് താമരക്കുളം കേട്ടോ. അന്തം വിട്ടുകാണ്ട് നടന്നുകാണ്ടേ താമരക്കുളത്തിൽ പോയിട്ട് മൂതേ കുത്തി വിൽക്കാൻ നിൽക്കണ്ട. ഓക്കെ. ബട്ടർഫ്ലൈസ് ഏരിയയാണിത്. പക്ഷെ ഇവിടെ ഉള്ള പ്രത്യേകത എന്താ വെച്ചാൽ ഇതിൻ്റെ പേര് മാത്രമേ ഉള്ളൂ ബട്ടർഫ്ലൈ. ഓക്കെ. ബാ അതി കൂടെ പോരെ. ഉണ്ടോ? ഇങ്ങോട്ട് പോരെ. ആകണ ഒരു ബട്ടർഫ്ലൈ പിടിച്ചോലെ. പിടിച്ചാ ബട്ടർഫ്ലൈനെ. ഇതെന്തൊരു ചെടിയാണാവല്ലേ ചേച്ചി? ഇതേതാ? കർലക. തിന്നാൻ പറ്റണ? തിന്നാൻ പറ്റൂല ഗൈസ്. രാജിത അജ്ജന്ന് ഒലത്തത്. പറിച്ചാൻ തുടങ്ങി ഒറ്റൊന്നും ഉണ്ടാവില്ലല്ലേ ഇവിടെ ഗൈസ്. ബട്ടർഫ്ലൈ അതായത് തേക്ക് മ്യൂസിയത്തിൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ അനുദിനം മാറിക്കൊണ്ടിരിക്കുകയാണ്. ഓരോ ദിവസവും ഇവിടെ കാടിനെ ഇങ്ങനെ പതുക്കെ നിരത്തി സൂപ്പറാക്കിക്കൊണ്ടിരിക്കുകയാണ്. കാടിനെ വെട്ടിമുറിച്ച് നിരത്തി ഇവിടെ നമ്മൾ എന്ത് ചെയ്യാണ്? അലങ്കാര ചെടികൾ നട്ടുകൊണ്ടിരിക്കുകയാണ്. അത് കൈയിടണ്ട കേട്ടോ. കൊത്തോയ്. ഇതെന്താടാ? എന്തൊരു തന്തരത്താല അതിൻ്റെ ഉള്ളിൽ? അതായത് ഇത് പഴയ സായിപ്പന്മാർ പണ്ട് തേക്ക് കടത്താൻ വന്ന ടൈമിൽ ഓല് ഇതേപോലെ ഉച്ചക്ക് ചോറ് തിന്ന സ്ഥലമാണ്. സായിപ്പന്മാർ ചോറുന്നല്ല. പട്ടിണി കിടക്കലല്ലേ? സായിപ്പന്മാരെ പട്ടി. ഇതാണ് ശരിക്ക് ബട്ടർഫ്ലൈൻ്റെ ഇത്. കാരണം അത് കണ്ടജി അവിടെ ഒക്കെ ഒരു ചെടിമേ തന്നെ ഇഷ്ടം പോലെ ഈ ചെടി നടണം കേട്ടെന്ന പെരയില്. അതുപോലെ അങ്ങോട്ടൊക്കെ അത്ര ഇതും വരില്ല ബട്ടർഫ്ലൈസ് ഉണ്ട്. പക്ഷെ നമ്മളെ പേരിലൊന്നും അതിന് ബട്ടർഫ്ലൈക്ക് വരെ നായ്ക്കളും പൂച്ചകളൊക്കെ വരും. അതാ പ്രശ്നം.
പിന്നെ കുറേ ഫോട്ടോ എടുക്കാൻ പറ്റിയ കുറേ ഏരിയകളൊക്കെ ഉണ്ട് കേട്ടോ ഗൈസ്. നമ്മളെ ഇവിടെ ഫോട്ടോ ഒക്കെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല രസകരമായിട്ട് പോസ് ചെയ്യാൻ പറ്റിയ സ്ഥലങ്ങളൊക്കെ ഉണ്ട്. എടാ ചെങ്ങായിയെ, തേക്ക് മ്യൂസിയം പറഞ്ഞ പാർക്കല്ല, ശരിക്ക് പാർക്ക് വെറും കുട്ടികൾക്കുള്ളൊരു സംഭവമാണ്. നമുക്ക് പോവാ, മടങ്ങുമ്പോൾ അതിൽ തന്നെ പോവുകയെ. അപ്പൊ കളിച്ചാൽ നേരണ്ടാവൂലേ? എന്ത് ഉമ്മച്ചി കേൾക്കണ അവിടെ കുഞ്ഞുണ്ണി സൈക്കോളജിസ്റ്റാണ് സിഫത്തെ. അല്ല ജിബ്രാനെ, കുഞ്ഞുണ്ണി എന്താണ് ബ്രോ? ഇന്ന് എത്ര ക്ലയൻറ്റിനെ കിട്ടി നോക്ക്? 5 ക്ലയൻറ്റ്. അപ്പം നമ്മൾ ഇടയ്ക്കിടയ്ക്ക് അത് പറയണം, 5 ക്ലയൻറ്റ്. ഇതാണ് താമരക്കിണർ, കിണ്ണം കിണർ എന്നാ പറയുന്നത്, കിണ്ണം കാച്ചി കിണർ. ഇത് താമരക്കുളം, ഇത് ആമ്പൽക്കുളം. ഇതും ആമ്പല് അല്ല നിജാണ് പറഞ്ഞ. നാളെ നോക്ക്. സ്കൂളിൽ നിന്നൊക്കെ കുറേ കുട്ടികൾ ഇങ്ങോട്ട് ട്രിപ്പ് വരുന്നുണ്ട് കേട്ടോ. പക്ഷെ നമുക്കൊക്കെ സ്കൂളിൽ നിന്ന് തേക്ക് മ്യൂസിയത്തിൽ കയറുമ്പോൾ നമുക്ക് ഈറടിച്ചു അല്ലേ? കാരണം നമ്മളെ അടുത്ത് തന്നെയാണ്. സ്കൂളത്തെ ട്രിപ്പിൻ്റെ ഒക്കെ ഒരു മെയിൻ രസം എന്ന് പറയുന്നത് ആ യാത്രയും ആ ഒരു സംഭവമൊക്കെയാണ് അല്ലേ? നമ്മളിതിലങ്ങനെ ഒന്നൊക്കെ ഇറങ്ങിയിട്ട് നേരെ എന്ത് ചെയ്യും, അങ്ങനെ പോകും അവിടേക്ക്, നിങ്ങൾ കളിച്ചിന പാർക്കിക്ക്. ഇവിടെ വലിയൊരു ലൈറ്റ് ഹൗസ് എന്തോ ഉണ്ട് കേട്ടോ. അതെന്താണ് ലൈറ്റ് ഹൗസാ? പെണ്ണിനെ ജീവൻ പോയോ? അവിടെയൊക്കെ ഓരോ സംഭവങ്ങളുണ്ടല്ലേ. പാം ഗാർഡൻ അത് ആരാറിനെ പാം ഓയിലിന്റെ മരാണ് പോലെ. ആരത് പറഞ്ഞേ? ആ ഇപ്പൊക്കെ വന്നല്ല അനക്കെങ്കിലും. ഏത് എന്താടാ ആ കിണറ്റിക്കടി ചാടിക്കളിട്ടോ? നിങ്ങൾക്കൊരു ഗേറ്റ് ഇടയിൽ വെച്ചാ ബ്രോ. ഗൈസ്, ആ കുട്ടികളൊക്കെ നമ്മളെ ഫാൻസ് ആട്ടോ. നമ്മളെ കാണാൻ സ്കൂളിൽ നിന്ന് ടൂർ വന്നതാ അല്ലേ കുഞ്ഞോളെ? ആ കുട്ടികളൊക്കെ നമ്മളെ ഫാൻസാണ്. അപ്പൊ നമ്മളെ കാണാൻ വേണ്ടിട്ട് സ്കൂളിൽ നിന്ന് ടൂർ വന്നാണ് അല്ലേ? ഞാൻ വിളിച്ചു പറഞ്ഞില്ലേ. എന്താ വർത്താനോ? സുഖല്ലേ? ലൈക്ക് കമന്റ് ഒക്കെ അടിക്കണം കേട്ടോ. നിങ്ങളെ വീട് എവിടെ? നിങ്ങളേത് സ്കൂളാ? ചെറുപറമ്പോ? ലൈക്ക് കമന്റ് ഒക്കെ അടിക്കൂലേ? സബ്സ്ക്രൈബ് ചെയ്യണിട്ടോ എല്ലാവരും. അപ്പൊ എല്ലാവർക്കും നമ്മുടെ അൻഷിഫുൽക്കൽ യൂട്യൂബ് ചാനലിന്റെ ഭാഗം എല്ലാവർക്കും പോരെ പറ്റല്ലേ? കണ്ടുകണോ? അപ്പൊ എല്ലാരും ലൈക്ക് GLPS ചെറുപറമ്പാട്ടോ. അപ്പൊ തേക്ക് മ്യൂസിയം എന്താ അവസ്ഥ? ഉഷാറല്ലേ? ടീച്ചറല്ലേ? അപ്പൊ പോയിക്കോളിട്ടോ, ടീച്ചറിനോട് പോയിക്കോളിട്ടോ. അമ്മയ്ക്കാണ്. അപ്പൊ ശരി കേട്ടോ, കണ്ണട ഞാൻ തരുന്നുണ്ട് കുറച്ച്. ആ അതാ പോരെ.
ഇന്ന് പോയിക്കോളിട്ടോ. മാഷ് ചീത്തറ് ഞങ്ങൾ വണ്ടൂര്. ആ മാഷ് ചീത്തറ് പോയിക്കോളിട്ടോ. കുട്ടികള് പറയണേ, അതല്ലേ എന്താ കുട്ടികള് പറയണേ, എന്താ ആദ്യമായിട്ടാണ് ഒരു യൂട്യൂബറെ കാണുന്നത്. ആ ഓലൊരു ബർക്കത്തൊക്കെ കഴിച്ചില്ലേ? എന്ത് നല്ല ആളെ തന്നെ ഓലെ ലൈഫ് രക്ഷപ്പെട്ടു. കാരണം ഓലെ ആദ്യമായിട്ട് കാണുന്ന ആളെന്നെ ഇങ്ങനത്തെ ഒരാളായി പോയി. അവർക്ക് കാണിച്ചു കൊടുക്കട്ടോ. ഇനി എന്താ വെച്ചാൽ ഓൽക്ക് ഇനി ചെറിയ കുട്ടികള് വലുതാവുമ്പോ ഓൽക്ക് ഇനി ജീവിതത്തിൽ മൊത്തം ഐശ്വര്യകാരം. കാരണം അത്രയും ഇതായ ഒരാളെയാണ് ഓല് കൈവച്ചു പോയത്, ചെറുക്കടിച്ചു പോയത്. സോറി. അതായത് ഞാൻ തങ്ങളെ മാതിരി കൈക്കുട്ടികളൊക്കെ ഉമ്മ കൊടുത്ത് വിട്ടു. ഇത് എന്ന് വെച്ചാൽ താമര പൂവിനെക്കാട്ടിലും ഫേമസ് ഇതിൻ്റെ ഇല്ലയാണ്. നമ്മളെ ഈ ഹിന്ദു മതങ്ങളിലൊക്കെ ഉണ്ടല്ലോ, ഓലേതൊരു ദൈവം ഇങ്ങനത്തെ ഇലയിൽ യാത്ര ചെയ്യുക, അതിലാണ് കയറ്. അതല്ല, അതിനുള്ള സെറ്റപ്പ് ഉള്ളത്. അങ്ങനെ ഒരു പ്രത്യേകത ഉണ്ട് അതിൽ. അതേപോലെ വലിയ മീനുണ്ട് കേട്ടോ ഇതിൽ അല്ലേ. ഇടക്കൊന്ന് പിടക്കണ കണ്ട് എവിടെയോ ഒരു മീനുണ്ട്. അത് മൊട്ടാണില്ലേ അതാണ് ആ വലുതായി ഇവിടെ. വാ ഇനി പോര്, ഞങ്ങൾ പോയിട്ട് പാർക്കിൽ നിങ്ങൾക്ക് കളിക്കണ്ടേ? പായണ്ട, മുന്നിൽ പായണ്ട. അപ്പൊ ഗൈസ് ഇനി നമ്മളെ കുട്ടികളെ പാർക്ക് തന്നെ തിരിച്ചുകൊണ്ടിട്ട് കുട്ടികളെ പാർക്കിൽ കൂടെ ഒക്കെ ഒന്ന് ഉല്ലസിക്കട്ടെ. ഓക്കെ. അപ്പൊ ഗൈസ് കണ്ടില്ല നിങ്ങള്, നമ്മള് പറഞ്ഞാൽ ഇങ്ങനെയൊക്കെയാണ്. അതായത് പെണ്ണുങ്ങളെ ഊഞ്ഞാലാട്ടി കൊടുക്കുകയാണ്. അതായത് നമ്മൾ കുട്ടികളെയും പെണ്ണുങ്ങളെയും നോക്കലില്ല എന്നുള്ളൊരു ന്യൂസ് പൊതുവെ സോഷ്യൽ മീഡിയയിൽ നോക്കലില്ലാന്ന് ഞാൻ പറയലില്ല, നോക്കൂ. പക്ഷെ അവനാരിട്ടൊക്കെ നോക്കലുണ്ട്. അതാണ് സംശയം. കുഞ്ഞോക്ക് ഞാൻ ഏതെങ്കിലും പെണ്ണുങ്ങളോട് വർത്താനം പറഞ്ഞാലൊക്കെ ഞാൻ സംശയമാണ്. അല്ലേ സ്വഭാവം അത്ര നന്നുങ്ങളുടെ ആണ്. പക്ഷെ നമ്മക്ക് നമ്മളെ പെണ്ണുങ്ങളും കുട്ടികളെയും വിട്ടുകാണ്ടില്ല ഒരു പരിപാടി. അതിനനുസരിച്ച് കിട്ടില്ല. നമ്മളെ ജീവിതം എന്ന് പറഞ്ഞാൽ നമ്മള് ഹാപ്പി ആയിട്ട് പെണ്ണുങ്ങളൊപ്പം കുട്ടികളൊപ്പം ഹാപ്പി ആയിട്ട് ജീവിക്കുക എന്നുള്ളതാണ്. അതിലൊരു ഹാപ്പിനെസ് കണ്ടെത്തുക. ഈ ടിഷ ബേബിനെയൊക്കെ കണ്ട എങ്ങനെയാണ്, ഞാൻ പെരയിന്ന് പൊതുവെ പുറത്തേക്ക് ഇറങ്ങാത്ത ഒരാളാണ് ഞാൻ. ഹായ് കൊടുത്താ ഒരു ഫ്ലൈങ് കിസ് കൊടുത്താ. ഇല്ല, നിലമ്പൂർ പാട്ടിന് കേറി. പക്ഷെ റൈഡിലൊന്നും കേറിയില്ല. ഞങ്ങൾക്ക് കിട്ടിയ റിസൾട്ട് എന്താ വെച്ചാല് അവിടുത്തെ ആള് പറഞ്ഞതാണ് ഒക്കെ ലൂസാണ്, ഒരത്ര ഇതില് പറയണ്ട. അത് ഞങ്ങൾ ഇന്നലെ പറഞ്ഞീനി. കേറുന്നോല് കേറിക്കോട്ടെ. ജനങ്ങളെ സുരക്ഷ ഇല്ലാതെ അതായത് അത് വലിയ ഇല്ലാത്ത സാധനമാണ് യന്ത്രൂഞ്ഞാൽ. ഇപ്പൊ അടുത്തുകൂടി ഒരു താത്തണ്ട് യന്ത്രൂഞ്ഞാൽ തൂങ്ങിയാണ്. ഇല്ലല്ല ഞാൻ നീച്ചൂല. വേറെ പോയിക്കോ. 3-4 ആട്ടുമല്ലേ, അതാണ് അവന്റെ പ്രത്യേകത. 3-4 വേറെ യന്ത്രൂഞ്ഞാലിന്റെ മരക്കത്ത് വേറെ ഒരു സംഭവം ഉണ്ടല്ലേ അവിടെ, ഒരു പെട്ടി സംഭവം ഉണ്ടല്ലേ വേറെ യന്ത്രൂഞ്ഞാലാ. അതിൽ കേറിയോ നിങ്ങള്? നിങ്ങൾ അതിൽ കേറിയോ? ഞാൻ തോണിയില്ലോ. 100 റുപ്യന്റെ കഴിഞ്ഞ കൊല്ലം തോണി അത്ര വലിപ്പല്ലേന്നോ ഉണ്ടായിന്. ഇതിപ്പോ വലിയ ഹൈ ലെവലാക്കി മാറ്റിയതല്ലോ ഓല് പറഞ്ഞങ്ങാണ്ട്. 2 തോണി ഉണ്ടല്ലോ അവിടെ, ചെറുതുകൊണ്ട് വലുതുണ്ട്. അതിന് വലിയ തോണിയില് ഏറ്റവും എൻഡില് പോയിരിക്കണം. രസം കിട്ടും. അനക്ക് പേടി പണ്ട് ഇത്ര ഒരു എന്താ പൊട്ടത്തരം കാട്ടിയാണ്ടല്ലോ ധൈര്യം തെളിയിക്കണ്ട ഗൈസ്.
കാക്കൂന് ഒന്നാമത് കാക്കൂന് ഇല്ലാത്ത ഒരു സാധനവും ഞാൻ എക്സ്പീരിയൻസ് ചെയ്യാൻ പോക്കില്ല. സേഫ്റ്റി ഈസ് മസ്റ്റ് ആൻഡ് ബെസ്റ്റ് ആൻഡ് ഫസ്റ്റ്. ഓക്കെ, സേഫ്റ്റി ഈസ് ഫസ്റ്റ് ആൻഡ് മസ്റ്റ് ആൻഡ് ബെസ്റ്റ്. അതുണ്ടെങ്കിലും മാത്രമേ ഉള്ളൂ ഞാൻ എന്ത് ചെയ്യുള്ളൂ, ഇതിക്ക് നിൽക്കുള്ളൂ. അല്ലാതെ വണ്ടർലയിലൊക്കെ പോയി ഞങ്ങള് കേറുവോ എല്ലാത്തിലും? വണ്ടർല ഞാൻ അങ്ങനെ തല മിന്നാത്തിലൊക്കെ കയറും. ഇങ്ങനത്തെ ഊഞ്ഞാലൊക്കെ ഉണ്ട്. ഞാൻ പെൺകുട്ടികളുണ്ടെങ്കിൽ കയറും. അത് കൊറേ നോക്കിയല്ലോ അന്നില്ലേ. എടാ കുട്ടികള് അത് അള്ള വെക്കണീനല്ല, എന്റെ കുട്ടികൾ അതിന്റെ ബാക്കിൽ കൂടെ പോയിട്ടുണ്ട്. എന്റെ കുട്ടികളൊക്കെ പോയിട്ടുണ്ട്. നമ്മളെ കുട്ടികളെ തന്നെ നോക്കാൻ നേരില്ല. അതിന്റെ ഇടയിൽ കൂടെ ഒരു താത്താടാ ഓനൊന്ന് പിടിച്ചാന്ന് ഞാൻ അറിയാം. നമ്മളെ കുട്ടികളെ തന്നെ നോക്കാൻ താത്താനോട് താത്താ രണ്ടെണ്ണത്തിനും കുടിച്ചാണ് എല്ലാവരും നല്ല താത്താക്ക് താത്താന്റെ ഒന്നിനും കുടിച്ചാണ്. ഒന്നിനെ പിടിച്ചാ താത്ത തന്നെ മനസ്സിൽ വിചാരിച്ചു. പിന്നെ നമ്മളൊന്നിനെ പിടിച്ചാ മതി. ഇല്ല കുഴപ്പമില്ല, എന്നായിക്കോട്ടെ. അസ്സലാം. താലോലം 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 പൊന്നെ. ഗൈസ്, പിന്നെ കുട്ടിനെ നോക്കാൻ ഏൽപ്പിച്ചാണ്. കുട്ടി ഇറങ്ങിപ്പോയി. പെരീന്ന് ഉറക്കാത്ത ആളാ. പെരീന്നൊന്നും ഉറക്കാൻ പറഞ്ഞ ഉറക്കാത്ത ആളാ. പക്ഷെ ഇവിടെ അല്ലേ പണക്ക് ഊഞ്ഞാലാടേണ്ടത്. അപ്പൊ ഞാൻ കുട്ടീനെ നോക്കി, കുട്ടീനെ ഉറക്കി ഉറക്കി. കഴുത്തോക്ക അത് അടുത്തേക്ക് വന്ന് കാണിച്ചു കൊടുത്തട എന്റെ കുട്ടീന്റെ മുഖം. ഒങ്ങിക്കോളി താലോലോ ഒങ്ങിക്കോ താലോലം. വീഡിയോ എടുക്കണ മനസ്സിലായപ്പോ കണ്ടോ താത്തിന്റെ കുട്ടി താലോലം. ജിബ്രാന്റെ വലത്താക്കാര താലോലം. അങ്ങനെ ഗൈസ് നമ്മള് തേക്ക് മ്യൂസിയത്തിൽ നിന്ന് ഇറങ്ങിയില്ലേ. വിളിച്ചോട്ടെ. അപ്പൊ ഗൈസ് അങ്ങനെ നമ്മള് തേക്ക് മ്യൂസിയത്തിൽ നിന്ന് ഇറങ്ങിയില്ലേ. എങ്ങനെ ഉണ്ടായിരുന്നു തേക്ക് മ്യൂസിയം എക്സ്പീരിയൻസ്? അടിപൊളി. എങ്ങനെ ഉണ്ടായിരുന്നു? അടിപൊളി, സൂപ്പർ. അപ്പൊ മറ്റൊരാൾക്ക് സജഷൻ ചെയ്ത് കൊടുക്കുവോ? എന്ത് പറഞ്ഞാ കൊടുക്കുക? എല്ലാരും വന്ന് വിസിറ്റ് ചെയ്യാം ഞങ്ങളെ നാട് നിലമ്പൂര്. ഗോഡ്സ് ഓൺ കൺട്രിയിലെ ഏറ്റവും ഗോഡ്സ് ഓൺ സ്ഥലം. മൈൻഡ് റിലീഫിനൊക്കെ പറ്റിയ സ്ഥലമാണ്. എന്താ റിലീഫ്? മൈൻഡ് റിലീഫിനൊക്കെ പറ്റിയ സ്ഥലമാണ്. ഏത് ഈ കാട്ടുമുക്ക് എന്ന് പറഞ്ഞത്. എന്താ നല്ല എന്താ പറയാ നാച്ചുറാലിറ്റിയോടണങ്ങിയ സ്ഥലങ്ങളാണ്. അപ്പൊ പ്രകൃതി രമണീയമായ കാഴ്ചകൾ കാണാൻ നിലമ്പൂർ തേക്ക് മ്യൂസിയം. അപ്പൊ നമ്മള് പോകുമ്പോ ഒരു ചായ കുടിച്ചിട്ടാണ് വീട്ടിൽ പോകല്ലേ. കണ്ടല്ലേ എപ്പോഴും വരല്ലേ തേക്ക് മ്യൂസിയത്തിൽ. ഞങ്ങളൊക്കെ മൂന്നാറേനല്ലേ പറയണ്ടേ. അതിലേറെ അടുത്തുള്ള സ്ഥലം, ലോക്കൽ സ്ഥലം പറയണേ. ഞങ്ങളൊക്കെ വണ്ടൂർ അപ്പൊ ആയിക്കോട്ടെ ഗൈസ്, ചായ എടുക്കുമ്പോ കാണാം. അപ്പൊ ഗൈസ് അങ്ങനെ നമ്മളെ തേക്ക് മ്യൂസിയത്തിന്റെ കാഴ്ചകളൊക്കെ കണ്ടുവന്ന് നമ്മൾ ചായ കുടിക്കാൻ കയറും കേട്ടോ. ഈവനിങ് സ്നാക്സിൽ എന്ത് അവിടെ ഇരിക്കാതെ അതെല്ലാരും കൂടി ആദ്യം ഇരിക്ക, അവിടെ ഇരിക്ക്, മര്യാദക്ക് ഇരിക്കടാ അവിടെ. അപ്പൊ നിങ്ങളോട് ഒരു ഭാഗത്ത് ഇരിക്കാൻ പറഞ്ഞല്ലോ, അവിടെ പോയിരുന്നാണ്. അപ്പൊ അവിടെ നീക്ക. കുട്ടികൾക്ക് പറ്റിയ ജ്യൂസ് എന്താ ഉള്ളത് നോക്കട്ടെ. നിന്റെ മുഖത്ത് നിങ്ങൾക്ക് ലിച്ചിട്ടോ
വേണോ അത് അതിന്റെ പൈപ്പ് നോക്കട്ടെ 5 എണ്ണം. ഇതെത്ര 10? നമ്മൾ കുട്ടികൾക്ക് കടയിൽ ചീസ് ഡിപ്പഡ് ബിസ്ക്കറ്റാണ് കൊടുക്കണേ. ചീസ് ഡിപ്പഡ് ബിസ്ക്കറ്റ് കേട്ടോ. ഓക്കെ, എണ്ണക്കടി തിന്നണ്ട നിങ്ങളധികം. ഓക്കെ ഓക്കെ അല്ലേ? എന്നാ ടിഷക്ക് വേണോ ചീസ് ഡിപ്പഡ് ബിസ്ക്കറ്റ്? നിങ്ങൾക്ക് എന്താണ് ചായ ഒരു കോഫി? അഞ്ച് എന്തൊരു വെള്ളം എന്നാ പറഞ്ഞോ. നമുക്ക് 2 കോഫി ആക്കല്ലേ? അതാ ഇവിടെ ഉണ്ടാവതിനാകെ. ബ്രോ ജ്യൂസ് എന്തല്ലേ അടിച്ചുണ്ട് ഏതേലും? പെട്ടെന്ന് കിട്ടാന് പെട്ടെന്ന് ഏതാ കിട്ടുക നിങ്ങളാ? എന്നൊരു പൈനാപ്പിൾ ജ്യൂസ്. ആനക്കെന്താ ജ്യൂസ് ചായ? എന്നാ പറ, ചായയാണോ കോഫിയാണോ ജ്യൂസാണ്? തണുപ്പില്ലല്ലേ? 2 പൈനാപ്പിൾ എടുത്തോളി. ഒരു കോക്കനട്ട്, ടെൻഡർ കോക്കനട്ട്. പിന്നെ എടേ എനിക്ക് ജ്യൂസ് ഏതാ വേണ്ടേ? ലൈം ഉണ്ടോ അവിടെ? അപ്പം ലൈം സർവത്ത്. എനിക്കൊരു സർവത്ത് മതി കേട്ടോ. എന്നാൽ ചായ 1, ഒരു കോഫി, ഒരു സർവത്ത്, ഒരു ടെൻഡറിൻ്റെ സോഡയിലായിക്കോട്ടെ അല്ലേ? അല്ല രസം സോഡയിൽ. പിന്നെ ഒരു കോഫി, പിന്നെന്താ ഞാൻ പറഞ്ഞത്? ടെൻഡർ. അപ്പോൾ കേസ് ഞങ്ങൾ ചായയൊക്കെ കുടിച്ചിട്ട് വീട്ടിലേക്ക് പോകാൻ കേട്ടോ. അപ്പം ഇനി നാളെ മറ്റൊരു ബ്ലോഗിൽ കാണുമ്പോഴേക്കും എല്ലാവർക്കും